വീണ വിജയന്റെ അറസ്റ്റ് ഏത് സമയവും ഉണ്ടാകാമെന്ന ഭയത്തിലാണ് ക്ലിഫ് ഹൗസും സംസ്ഥാന സർക്കാരും. വീണ വിജയനെ ചോദ്യം ചെയ്താൽ പോകുന്ന വഴി പിണറായി വിജയന്റെ അടുത്തേക്കായിരിക്കും എന്ന് കൃത്യമായിട്ടറിയാം. എന്തായിരിക്കും ഇനി പിണറായിയുടെ വീണയുടെ ഭാവി, ഒപ്പം റിയാസിന്റെ? അല്ല, അതിനകത്ത് വീണയുടെ കേസിനെ സംബന്ധിച്ച് സംശയം ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദമാഷൊക്കെ തന്നെ പറയുന്നുണ്ട്, വീണ വിജയന്റെ കേസും കോടിയേരിയുടെ മകന്റെ കേസ് രണ്ടാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോടിയേരിയുടെ മകൻ കുറച്ചുകൂടി കുറ്റവാളിയാണ്, വീണ അത്രയും വലിയ കുറ്റവാളിയല്ല എന്നുള്ള നിലയ്ക്കാണ് ഗോവിന്ദമാഷ് പറയുന്നത്. ഇതിപ്പോൾ നമുക്കറിയില്ല കേട്ടോ, ഇതിൽ ആരാണ് വലിയ കുറ്റവാളി എന്നുള്ളത് ഗോവിന്ദമാഷ് തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. കാരണം കോടിയേരിയാണോ വലിയ കുറ്റക്കാരൻ അല്ലെങ്കിൽ പിണറായി വിജയനാണോ കുറ്റക്കാരൻ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗോവിന്ദമാഷ് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് കേസും രണ്ട് തരത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടിനോട് രണ്ട് സമീപനം എടുത്തു. അന്ന് ഞങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായിട്ട് ഞങ്ങൾ നിന്നു, ഇന്ന് ഞങ്ങൾ വീണ വിജയന്റെ പിന്നാലെ ഞങ്ങൾ നിൽക്കാനുള്ള കാരണം ഇത് അവരുടെ മാത്രം കേസാണ്. പക്ഷേ CPIയുടെ വേറെ നിലപാടാണ്. അത് വളരെ രസകരമായ സംഭവം. കേരളത്തില് മിക്കവാറും ഒരു അനങ്ങാത്തൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് CPI എന്ന് പറഞ്ഞാല്. CPI സാധാരണ ഇതിൽ ഇങ്ങനെ ഈ കാറ്റ് പിടിച്ച പോലെയാണെന്നാ പറയുക. CPI ഏത് വിഷയം CPM-നെതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെതിരായിട്ടൊന്നും ഒരു കാമാന്ന ലക്ഷ്യം ഇണ്ടാത്തവരാണ് CPI. ആ CPI പോലും പറഞ്ഞിരിക്കുന്നു, വീണ വിജയന്റെ സംഭവം അതിനെ സംരക്ഷിക്കുവാൻ തങ്ങളില്ല, ഇനി ഞങ്ങൾ സർക്കാരിന്റെ കൂടെയില്ല, ഇത് അവർ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അവരുടെ കേസ് അവര് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നൊരു പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കാരണം CPIക്ക് ആ ഒരു നിലപാടുണ്ട്. ഏതാണെങ്കിലും വീണ വിജയന്റെ കേസ്, ഈ പറയുന്ന കോടിക്കണക്കിന് ഉറുപ്പികയുടെ സംഭവം, അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വസ്തുതയെ സംബന്ധിച്ച് CPIക്ക് സംശയമില്ലല്ലോ, ഗോവിന്ദമാഷിനും സംശയമില്ലപ്പാ. ഗോവിന്ദമാഷ് ഞാൻ മനസ്സിലാക്കുന്നത് സംശയമൊന്നുമില്ല. ഏതാണെങ്കിലും വീണ വിജയൻ നടത്തിയിരിക്കുന്നത് വലിയൊരു വെട്ടിപ്പാണ്, വലിയൊരു തട്ടിപ്പാണ്. ഈ കാര്യത്തിൽ പിണറായി വിജയനിലേക്ക് കേസിന്റെ അന്വേഷണം നീളും എന്നുള്ള തരത്തില് അത് സ്വാഭാവികമായിട്ട് CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു സാധാരണ പറയാ, ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കെതിരായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തിന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം? ഇതൊരു അന്വേഷണ ഏജൻസിയാണ്, നിരവധി മാസങ്ങളായിട്ട് അവർ കൈവശം ഉള്ള കേസാണ്. അതിനെക്കുറിച്ചിട്ട് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവർ വീണ വിജയന് മാത്രമല്ല കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്, ശശിധരൻ കർത്താവിന് കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ നിരവധി ആളുകളെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അവരുടെ പല കാര്യങ്ങളിൽ അവർ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ യഥാവിധി കുറ്റക്കാരായിരിക്കുന്ന ആളുകൾ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ വീണ വിജയൻ അതിനകത്ത് ശിക്ഷിക്കപ്പെടുന്നുള്ള എന്താ വാർത്ത അതിനകത്തുള്ളത്? അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഒരു നാടിനെ, ഒരു പ്രദേശത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനത്തിലാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിന് KSIDC അടക്കമുള്ള സ്ഥാപനങ്ങളെ അവരതിന്റെ വഴിയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്താൻ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഏകദേശം കേരള സർക്കാരിന് തന്നെ ഏകദേശം 13% ഷെയർ ഈ പറയുന്ന CMR കമ്പനിക്കകത്തുണ്ട്. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയ്ക്കുള്ള ഏർപ്പാടാണോ? ഒരു സ്വകാര്യ സ്ഥാപനത്തില് സർക്കാർ സ്ഥാപനങ്ങൾ പണം മുടക്കുക. ഇപ്പൊ കരിമണലിനെ സംബന്ധിക്കുന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ കുറിക്കുന്ന ഒരു തർക്കത്തിലേക്കില്ല. അത് ഏതാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കേരള സർക്കാരിനും ഈ CMR തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം വളരെ സംശയാസ്പദമാണ്. ആ സംശയാസ്പദമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രധാന ആണിക്കല്ലായിട്ട് വരുന്ന വീണ വിജയനാണ്. അപ്പൊ മുഖ്യമന്ത്രി പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകളെ രംഗത്തിറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം മകളുടെ ഭർത്താവിനൊക്കെ രംഗത്തിറക്കുകയാണ്. അതിനുശേഷം പിന്നെ ഒരു പാർട്ടിക്കാർ കുറെ ആളിലൊക്കെ ഇടപെടുക. കാരണം ഈ പാർട്ടിക്കാരെന്നൊക്കെ പറയുന്നത് കേരള മുഖ്യമന്ത്രി പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ ഭയമാണല്ലോ. ഇപ്പൊ തന്നെ അറിയാലോ, നമുക്ക് ഇന്നലെ അദ്ദേഹം ആലപ്പുഴയിൽ വന്നു സമയത്ത് ആ പരിസരത്തുള്ള കടക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങളെ കടയൊക്കെ അടച്ചു പോയിക്കോളാൻ പറഞ്ഞു. സമാനമായിട്ടുള്ള രീതിയിൽ വന്നത് 1975, 76, 77 സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് എറണാകുളത്ത് വന്നിരുന്നു. ആ സമയത്ത് എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിലാണ് അവർ സംസാരിച്ചത്. അതേപോലെ തന്നെ ഒരിക്കൽ അവർ മറൈൻ ഡ്രൈവിലും പ്രസംഗിച്ചിരുന്നു. മറൈൻ ഡ്രൈവിൽ പ്രസംഗിച്ച സമയത്ത് അടുത്തുള്ള കടക്കാരോടൊക്കെ പറഞ്ഞു, ഒരാഴ്ചക്കാലം നിങ്ങൾ ആരും ഇതിനോട് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. എന്താ കാരണം? ഉണ്ടംപൊരിക്ക് ലഡുവിന് ചായ ഉണ്ട് അത്രേ. അതേപോലെ തന്നെ സുഹീൻ ഉണ്ടാക്കാൻ പാടില്ല, അതിന് ബോംബിന്റെ ചായ ഉണ്ട്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇതൊക്കെ നിരോധിച്ചതാണ്. 75, 76 സമയത്ത് എറണാകുളം പട്ടണത്തില് ലഡു തുടങ്ങിയിട്ട് ഉണ്ടംപൊരി, സുഖിയൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, കടക്കാർ വിൽക്കാൻ പാടില്ലായിരുന്നു. ആ സമീപത്തുള്ള കടകൾ മുഴുവൻ അടച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്രയുടെ ഭാഗമായിട്ട് അടച്ചിരുന്നു. സമാനമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇന്നലെ ആലപ്പുഴയില്.
ആലപ്പുഴയിൽ പിണറായി വിജയൻ വരുന്നതിന്റെ ഭാഗമായിട്ട് കടകളിൽ സാധനങ്ങൾ വെക്കാൻ പാടില്ല. ചായക്കടക്കാരോട് മുഴുവൻ അടച്ചോളാൻ പറഞ്ഞു, പലചരക്കടക്കാരനോട് അടച്ചോളാൻ പറഞ്ഞു. ഒരു കടയുടെ ആവശ്യമില്ല. കാരണം എന്താ? സാക്ഷാൽ പിണറായി വിജയൻ വരികയാണ്. എവിടെയാണ് പിണറായി വിജയന് ജനാധിപത്യത്തിൽ വിശ്വാസം? അദ്ദേഹത്തിന് ജനങ്ങളിൽ വിശ്വാസമുണ്ടോ? അദ്ദേഹത്തിന് ഭയമല്ലേ ജനങ്ങള്? അദ്ദേഹത്തിന് വലിയ ഭയമാണ്. ഈ ഭയപ്പാടിന്റെ പേരിൽ ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മറ്റേ വാഹന വ്യൂഹം കണ്ടിരുന്നു. എത്ര വണ്ടിയാണെന്നുള്ള എണ്ണാൻ വേണ്ടി പറ്റുന്നില്ല. നിരവധി വണ്ടികള്. നിരവധി വണ്ടികളുടെ അതിന്റെ നടുക്ക് എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ കണ്ടാൽ ഭയമാണ് എന്നുള്ളത് സംശയമില്ല. ഈ ഭയപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന് അവിഹിതമായിട്ടുള്ള വരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഈ അവിഹിതമായിട്ടുള്ള വരുമാനത്തിന്റെ സമ്പാദനത്തില് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളാണ്, വീണ വിജയനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മരുമകനായിരിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ്. ഇവരുടെ എല്ലാ സഹായത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം നിലനിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കിന്റെ കേസ് സംഭവത്തിനകത്ത് അവരിൽ നിന്ന് ഒരു യാതൊരു പണിയും എടുക്കാതെ കണ്ട് അവരിൽ നിന്ന് ഇത്തരത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിച്ച വീണ വിജയൻ എന്ത് തൊഴിലാണ് ഈ പറയുന്ന CMR വേണ്ടി ചെയ്തത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ടെക്നിക്കൽ അഡ്വൈസ് കൊടുത്തോ? അത് വീണ വിജയൻ അറിയില്ല എന്നുള്ളവരും എല്ലാവരും സംബന്ധിച്ച് നിശ്ചയമുണ്ട്. ഒരു ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കാമെന്ന് യാതൊരു വിവരം അവരെ സംബന്ധിച്ചില്ല. പിന്നെ എന്താണ് അവർ കൊടുത്തത്? അവരവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. അവർ ബിസിനസ് കൺസൾട്ടന്റ് ആണോ? അതുമല്ലല്ലോ. പിന്നെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഉറുപ്പിക CMR നിന്ന് എഴുതി കൊടുത്തെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസി തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് വീണ വിജയനിൽ നിന്ന് എത്തിച്ചേരാൻ സാധ്യത അവരുടെ അച്ഛന്റെ നേർക്ക്, ഇത് സ്വാഭാവികമായിട്ട് പിണറായി വിജയന്റെ നേർക്ക് വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഈ സംഭവത്തില് ഇത് നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്, ഇത് വേറെ സംഭവമാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ മയക്കുമരുന്ന് കച്ചവടം നടത്തിയെന്നത് എതിരാളികൾ പോലും പറഞ്ഞില്ല. മറിച്ച് മക്കളുടെ വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ടാവാം. ഇത് നേരെ മറിച്ചാണ്. വീണ വിജയൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിക്കുന്ന കൂടെ ഇപ്പൊ നമുക്കറിയാലോ. ഇദ്ദേഹം ഇപ്പൊ മധുരയിൽ സമ്മേളനത്തിന് പോയി. ആരാ ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത്? ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ മകള്. ഈ മകളില്ലാത്തൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ലല്ലോ. ഇത് പണ്ട് ജവഹർലാൽ നെഹ്റു ചെയ്തിരുന്ന പോലെയാണ്. വിദേശ രാജ്യത്ത് എവിടെ പോയാലും ആ സമയത്ത് അദ്ദേഹം തന്റെ മകളായിരിക്കുന്ന ഇന്ദിരാഗാന്ധി വലിച്ചുകൊണ്ട് പോകും. ഈജിപ്തിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ കൊണ്ടുപോയിരുന്നു, US കൊണ്ടുപോയിരുന്നു, USSR കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ജർമ്മനിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഏത് വിദേശ രാജ്യത്തും പണ്ട് ജവഹർലാൽ നെഹ്റു പോകുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോകുന്ന അതേ രീതിയിലാണ് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് പോയാലും. അത് കഴിഞ്ഞിട്ട് അവിടെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ട് ആ പറയുന്ന സഹോദരി ചെയ്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവര് നേരെ പോയത് നമ്മൾ ആ സിനിമയിൽ കണ്ട മാതിരി സുകുമാരി പറഞ്ഞ മാതിരിയാണ്. സുകുമാരി പറഞ്ഞല്ലോ എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി സമ്മേളനം എന്ന് ചോദിച്ചപ്പോ അത് ഗംഭീരായിരുന്നു, സഖാവിന്റെ പ്രസംഗം ആടിപൊളിയായിരുന്നു. പക്ഷെ എന്നാൽ അമ്മയെ കാണാൻ വേണ്ടി പറ്റിയെന്നാണ്. ഏതമ്മയാ? കൊടുങ്ങല്ലൂരമ്മ. സമാനമായുള്ള രീതിയിൽ വീണ വിജയനും അമ്മയും കൂടി പോയത് ഈ പാർട്ടി സമ്മേളനത്തിന്റെ അവിടെ നിന്ന് തലയെ കൊന്ന് കാണിച്ചതിന് ശേഷം നേരെ പോയത് അവളുടെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ്. മധുര മീനാക്ഷിയെ കണ്ടു, തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി, അവിടെ സമീപത്തുള്ള എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് താൻ ചെയ്യുന്ന മഹാപാപത്തിന്റെ രക്ഷ കിട്ടണമെന്ന് ഭഗവാനോട് ഭഗവതിയോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചാണ് വീണ വിജയൻ. അതിനുള്ള അധികാരമൊക്കെ അവർക്കുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള എല്ലാ അധികാരവും അവരെ സംബന്ധിച്ചുണ്ട്. ഏതാണെങ്കിലും പാർട്ടി സമ്മേളനത്തിന്റെ ചെലവിൽ തന്നെയാണ്. അതിന് സ്വന്തം ചെലവിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതാണെങ്കിലും പിണറായി വിജയന്റെ കൂടെയുള്ള യാത്രയായിരുന്നു എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചെലവിലാകാനാണ് സാധ്യത കൂടുതൽ. ഏതാണെങ്കിലും അവര് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മധുരയിലും തഞ്ചാവൂരിലും സമീപത്തെ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തി എന്നുള്ളതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്.